നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അമ്മേ, അമ്മ എന്തൊന്നും അറിയാത്തതുപോലെ നാളെയല്ലേ സ്കൂൾ കേക്ക് മേക്കിംഗ്, അതിന്റെ പ്രാക്ടീസ് ചെയ്യുകയാണ് ഞങ്ങൾ. ഞാൻ ആ കാര്യം മറന്നു. എന്തായി? എന്റെ ഒക്കെ ശരിയായോ? ഒക്കെ സെറ്റായി. ഇനി എനിക്ക് കേക്ക് ഉണ്ടാക്കി തിന്നാൽ മാത്രം മതി. കൊതിയെ. എടാ കൊതിയൻ സുൽത്താനെ, നിന്റെ കൊതി ഇതുവരെ തീർന്നില്ല. എന്റെ ആന്റി, അവന്റെ കൊതി അത്ര വേഗമൊന്നും തീരില്ല. ശരി ശരി മിയ, നാളെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ 2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചോ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി. വെരി ഗുഡ്. എന്ന് എല്ലാവരും വാ, നമുക്ക് ചായ കുടിക്കാമല്ലോ. അപ്പൊ ഗയ്സ്, നമ്മൾ നാളെ അടിച്ച് പൊളിക്കും. ബബുലുവിനെ റിങ്കുവിനെ എങ്ങനെയെങ്കിലും നമ്മൾ തോൽപ്പിക്കണം. അവരുടെ പണത്തിന്റെ മേലുള്ള അഹങ്കാരമില്ലേ, അത് നമ്മൾ തീർത്തു കൊടുക്കണം. ആ ബബുലുവിനെ അങ്ങനെയൊന്നും വിശ്വസിക്കരുത് മിയ. അവൾ എന്തെങ്കിലും തരത്തിൽ തരികട ഒപ്പിക്കും. അവൾ എന്ത് തരികട ഒപ്പിക്കാനാ സുൽത്താനെ? ഒന്നും ഒപ്പിക്കില്ല. മിയ, സുൽത്താൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവളെ അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിച്ചുകൂടാ. എടി, നമുക്ക് വരുന്നത്ത് വെച്ച് കാണാം എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ വർത്താനം പറഞ്ഞിവിടെ നിൽക്കാതെ ഏന്റിയോട് ചായ കുടിക്കാൻ വിളിക്കുന്നു. വാ. എന്തൊരു കൊതിയനാ. എടി മറിയൂ, നിന്റെ വീട്ടിലും ഇവൻ ഇങ്ങനെയാണോ? അല്ലാതെ പിന്നെ. റിങ്കു, ഞാൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. ഈ ബാഗ് ഓഫീസിൽ കൊണ്ടുപോയി വെക്കണം. എന്താ ബബിൽ ഈ ബാഗിനുള്ളിലുള്ളത്? എടി കഴുതേ, ഇതിലല്ലേ കേക്ക് ഉണ്ടാക്കുന്ന സാധനമുള്ളത്. നീ ഇന്നലെ ടീച്ചർ പറയുന്നത് കേട്ടില്ലേ, ഓഫീസിൽ കൊണ്ടുപോയി രാവിലെ ബാഗ് വെക്കണമെന്ന്? അതിനായിരുന്നോ? കാര്യമൊക്കെ അതൊക്കെ തന്നെ. പക്ഷെ ഈ ബാഗിനുള്ളിൽ നമുക്ക് ജയിക്കാനുള്ള കാര്യവുമുണ്ട്. എന്തു കാര്യം ഇതിലുള്ളത്? ഇതിലുള്ള മൈദപ്പൊടിയിൽ ഞാൻ ധാരാളം ഉപ്പിട്ടിട്ടുണ്ട്. നീ എന്ത് പണിയായി എടുത്തത്? അപ്പൊ നമ്മുടെ കേക്കിന് ഉപ്പ് അധികമാവില്ലേ? അപ്പൊ നമ്മൾ തോറ്റു പോകില്ലേ? ഉപ്പ് അധികമായാൽ തോറ്റു പോകുമെന്നൊക്കെ എനിക്ക് അറിയാമല്ലോ റിങ്കു. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടി മരപ്പോത്തെ, ആ മിയയുടെ ബാഗ് ഓഫീസിൽ കൊണ്ടുപോയി വെക്കണ്ടേ? വെക്കണം. പക്ഷെ അതും ഇതും തമ്മിൽ എന്താ കാര്യം? അതും ഇതും തമ്മിൽ കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യമാ ചെയ്യേണ്ടത്? എടി, നീ ഈ സ്റ്റിക്കർ കണ്ടോ? ഓഫീസിൽ മിയയുടെ ബാഗ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും. നീ ആ ബാഗിന്റെ മുകളിൽ ഈ സ്റ്റിക്കർ കൊണ്ടുപോയി ഒട്ടിക്കണം. എന്നിട്ടെന്താ ചെയ്യുക? എന്നിട്ടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ ബാഗ് എടുക്കാൻ പറഞ്ഞാൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച ബാഗ് നമ്മൾ ഇങ്ങെടുക്കും. ഈ സ്റ്റിക്കർ ഒട്ടിക്കാത്ത ബാഗ് അവൾ അങ്ങെടുക്കും. ഐഡിയ കൊള്ളാം. അപ്പോൾ അവൾ വിചാരിക്കും അവളുടെ ബാഗ് അതെന്ന്. എന്നിട്ട് അവൾ ഉണ്ടാക്കുന്ന കേക്കിൽ ഉപ്പ് അധികമാവും. യെസ്, അത് തന്നെയാണ് എന്റെ പ്ലാൻ. ഈ ബബിലു ആരാണ് നമ്മൾക്ക് മനസ്സിലാവണം. എന്റെ ബബിലു, നിന്റെ ഒരു ഒടുക്കത്തെ ബുദ്ധി. എടി റിങ്കു, എന്നാ നീ പെട്ടെന്ന് ചെല്ലി. ഇപ്പൊ റൂമിൽ പ്രിൻസിപ്പാൾ ഇല്ല. ഈ റിങ്കു അതൊക്കെ ഏറ്റു. ഓഹോ, അപ്പൊ ഇവരുടെ പ്ലാൻ ഇതായിരുന്നു അല്ലേ? കള്ളക്കളിയിൽ കൂടി കപ്പ് സ്വന്തമാക്കാനുള്ള പ്ലാനാ. ഈ വിവരം എങ്ങനെയെങ്കിലും മിയയെ അറിയിക്കണം. ഈ ബബിലുവിന്റെ കള്ളക്കളി ഞാൻ എങ്ങനെയെങ്കിലും പൊളിക്കും.